ശബരിമലയിൽ ഇപ്പോൾ നല്ല ഭക്തജന തിരക്കാണ് എന്നാണ് ശബരിമലയിലുള്ള പ്രവീൺ പുരുഷോത്തമൻ പറയുന്നത്. ഭക്തജനങ്ങൾ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നല്ല തിരക്ക് തന്നെ പ്രതീക്ഷിക്കണം. പുലർച്ചെ 3-ന് നട തുറന്നപ്പോൾ മുതൽ ദർശനത്തിന് വലിയ ക്യൂ ആണ് അനുഭവപ്പെട്ടത്. ഇന്നലെ മാത്രം 83,345 പേർ ദർശനം നടത്തി. തത്സമയ ബുക്കിങ്ങിലൂടെ 19,144 പേരും ദർശനം നടത്തിയിട്ടുണ്ട്. എരുമേലിയിൽ നിന്നും പരമ്പരാഗത കാനനപാതയിലൂടെ വരുന്ന ഭക്തർക്ക് ദർശനത്തിനായി പ്രത്യേക പ്രവേശന പാസ് സംവിധാനം ഇന്നു മുതൽ ഉണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ രാവിലെ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശബരിമല സന്നിധാനത്ത് നിന്നും സന്നിധാനത്തെ കാഴ്ചകൾ പ്രവീൺ പ്രേക്ഷകർക്ക് നൽകും. രാവിലെ സന്നിധാനത്തിൻ്റെ ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ കണ്ട് ഉണരുക വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് പ്രവീൺ പുരുഷോത്തമനിലേക്കൊന്ന് പോകാം. പ്രവീൺ പുരുഷോത്തമൻ, സ്വാമി ശരണം. വെരി ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പുണ്ടാവും, ധനുമാസത്തിലെ കുളിരാണ്, പക്ഷേ നല്ല തിരക്കുമുണ്ടല്ലേ പ്രവീൺ? സ്വാമി ശരണം. ഗുഡ് മോർണിംഗ് അരുൺ. ശബരിമലയിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജനത്തിരക്കാണ്. ഈ വലിയ നടപ്പന്തലിന് മുകളിൽ 18-ാം പടി കയറാൻ വേണ്ടി സ്വാമിമാർ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനാകും. ഇന്ന് നല്ല തണുപ്പ് തന്നെയാണ്, മഴ ഇല്ല. 18-ാം പടിയുടെ ദൃശ്യം കൂടി നമുക്ക് കാണിക്കാം. ഇവിടെ കണ്ടില്ലേ, നൂറുകണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക് നട അടച്ചപ്പോൾ മുതൽ തന്നെ ദർശനം ലഭിക്കാത്ത ഭക്തരാണ് അവർക്കാണ് ആദ്യം അവസരം. അതിനുശേഷം പുറകെ വരുന്ന ഭക്തർക്ക് കൂടി ദർശനം അനുവദിക്കും. ഇന്നലെ രാത്രി 11 മണി വരെയുള്ള കണക്ക് പ്രകാരം 83,345 പേർ തന്നെ ദർശനം നടത്തി. ഇന്നലെ തത്സമയ ബുക്കിങ്ങിലൂടെ 19,144 പേരും ദർശനം നടത്തി. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഈ കാനനപാത വഴി വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക പാസ് ഇന്ന് ദേവസ്വം ബോർഡ് നൽകുകയാണ്. അത് വനം വകുപ്പ് മുഖേനയാണ് ഈ പ്രത്യേക പാസ് നൽകുന്നത്. നേരത്തെ തന്നെ അങ്ങനെ ഒരു അഭ്യർത്ഥന സർക്കാരിലേക്കും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലേക്കുമൊക്കെ ഭക്തർ ഉന്നയിച്ചിരുന്നു. അതേതായാലും സർക്കാരും ദേവസ്വം ബോർഡുമൊക്കെ അത് ചെവിക്കൊണ്ടു എന്ന് തന്നെ പറയാം. പരമ്പരാഗത കാനനപാതയിലൂടെ എരുമേലിയിൽ നിന്നും മുക്കിഴി ക്ഷേത്രം വഴിയൊക്കെ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തർക്ക് ഇന്ന് വലിയ നടപ്പന്തലിൽ പ്രത്യേക ക്യൂ സംവിധാനമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് തന്നെ 18-ാം പടിയിലേക്ക് ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയും. നേരത്തെയാണെങ്കിൽ വലിയ നടപ്പന്തലിൽ പ്രത്യേക ക്യൂ സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് വലിയ പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നു മുതൽ ഏതായാലും ആ പരാതി അവസാനിക്കാൻ പോവുകയാണ്. മുക്കിഴി ദേവീക്ഷേത്രത്തിൽ അല്പസമയത്തിനകം 7 മണിക്ക് ADM അരുൺ S. നായരായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. നേരത്തെ ഭക്തർ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അതായത് എരുമേലിയിൽ നിന്നും നേരിട്ട് ഈ പ്രത്യേക പ്രവേശന പാസ് നൽകരുത് എന്ന്. അങ്ങനെ ഭക്തർ പറയാനൊരു കാരണം കൂടിയുണ്ട്. കാരണം എരുമേലിയിൽ നിന്നും പ്രത്യേക പ്രവേശന പാസ് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ഭക്തർ കാനനപാത വഴി പോകാതെ ഒരു പക്ഷേ വാഹനങ്ങളിൽ പമ്പയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ഭക്തർ പറഞ്ഞിരുന്നു. അതും ആ ഒരു അപേക്ഷയും ദേവസ്വം ബോർഡ് കേട്ടു. അതുകൊണ്ടാണ് മുക്കുഴി ക്ഷേത്രത്തിൽ നിന്നും വനം വകുപ്പ് പ്രത്യേക പാസ് നൽകാൻ പോകുന്നത്. മുക്കുഴി ദേവീക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേക പാസ് നൽകിയാൽ പിന്നീട് വാഹനത്തിൽ പമ്പയിലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായും യഥാർത്ഥത്തിൽ കാനനപാത വഴി, പരമ്പരാഗത കാനനപാത വഴി നടന്നു വരുന്ന ഭക്തർക്ക് ആ ഒരു പ്രത്യേക പാസ് സംവിധാനം പ്രയോജനപ്പെടും എന്ന കാര്യം ഉറപ്പായി. ഓരോ മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഈ കാനനപാത വഴിയൊക്കെ പമ്പയിലേക്കും ഒപ്പം തന്നെ അതിനുശേഷം മല കയറി സന്നിധാനത്തേക്കും എത്തുന്നത്. അവർക്കെല്ലാം തന്നെ വലിയ ഉപകാരമാണ്. ഏതായാലും ഇന്ന് പ്രഭാതത്തിൽ വലിയ തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. 18-ാം പടിയിൽ ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. വലിയ നടപ്പന്തലിലും ഇന്ന് വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല ചവിട്ടിയെത്താൻ 3-3.5 മണിക്കൂറൊക്കെ എടുത്തിരുന്നു. ഇന്നും സമാന രീതിയിലുള്ള അവസ്ഥ തന്നെയാണുള്ളത്. പക്ഷേ അത് വലിയ മുൻകാലങ്ങളിലുള്ള തിരക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ തിരക്കാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഇന്നും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ 3-3.5 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും സുഗമമായി തന്നെ അയ്യപ്പ ദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഭക്തന്മാർക്ക് കിട്ടുന്നുണ്ടല്ലേ? വലിയ ബുദ്ധിമുട്ടുകളോ പരാതികളോ ആർക്കുമില്ല. തിരക്കുണ്ടെങ്കിലും ഒരു 2-3 മണിക്കൂറൊക്കെ കാത്തു നിന്നാലും സുഖദർശനം കഴിഞ്ഞു പോകുന്നൊരു അനുഭവമാണോ ഭക്തർ പങ്കുവയ്ക്കുന്നത്? അതെ അരുൺ, കഴിഞ്ഞ തവണ വലിയ വീഴ്ചകളൊക്കെ സന്നിധാനത്ത് സംഭവിച്ചിരുന്നു.
അനുവദിച്ചിരുന്നു. പ്രത്യേകിച്ചും അയ്യപ്പ ഭക്തർക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ, കുട്ടികളുമായി ദർശനത്തിന് വരുന്നവർക്ക് 14 മണിക്കൂർ വരെയൊക്കെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ഈ പമ്പയിൽ നിന്നും സന്നിധാനം വരെ നിരവധി വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഭക്തരെ 1-2 മണിക്കൂറൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ കഴിഞ്ഞ തവണയുണ്ടായിരുന്നു. അങ്ങനെയാണ് കുടിവെള്ളം കിട്ടുന്നില്ല, ലഘുഭക്ഷണം കിട്ടുന്നില്ല എന്ന പരാതിയൊക്കെ കഴിഞ്ഞ തവണ ഉയർന്നിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം കൃത്യമായും ഓൺലൈൻ സംവിധാനം വഴി, അത് തത്സമയ ബുക്കിങ്ങിലൂടെ ആണെങ്കിലും കൃത്യമായും ഇവിടുത്തെ തിരക്കും ഒപ്പം തന്നെ പരമാവധി ഒരു ദിവസം എത്ര ഭക്തരെ കയറ്റിവിടാമെന്നുള്ള കണക്കുകൂട്ടൽ അനുസരിച്ച് തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും ഒക്കെ തീർത്ഥാടകർക്കായി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെ ഒരു പരാതിയും ഇതുവരെ ഉയർന്നിട്ടില്ല. ഈ 3-3.5 മണിക്കൂർ എന്നുള്ളതൊന്നും ഭക്തരെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഒരു 10 മണിക്കൂറിലധികം ഒക്കെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിലാണ് പല ഭക്തരും അവശരാകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു സാഹചര്യമില്ല. എല്ലാ ദിവസവും ശരാശരി 80,000-ത്തിലധികം തീർത്ഥാടകർ ദർശനത്തിന് ഇപ്പോൾ തന്നെ എത്തുന്നുണ്ട്. പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. കഴിഞ്ഞ തവണ അയ്യപ്പ ദർശനം പുരോഗമിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. നല്ല തിരക്കാണ്. ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയ ദിവസങ്ങളിലൊന്നായി മാറുന്നു. 83,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും കരുതിയിരിക്കണം, വരും ദിവസങ്ങളിൽ ശബരിമലയിൽ പോകാനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ സന്നിധാനത്തേക്ക് ഉള്ള വഴിയിൽ നിങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഏകദേശം അത്രത്തോളം തിരക്കുണ്ട്. കാനനപാതയിലൂടെ വരുന്നവർക്ക് പ്രത്യേക ടാഗ് ഇന്ന് മുതൽ അനുവദിച്ചു നൽകുകയും ചെയ്യും. അവരിനി അധികം ക്യൂ നിൽക്കേണ്ടതില്ല. പക്ഷേ കാനനപാതയിലൂടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരായ പാതയിലൂടെ പോവുക, യാത്രയൊക്കെ ചെയ്ത് സമാധാനത്തോടു കൂടി അയ്യപ്പനെയൊക്കെ കണ്ട് പമ്പയിലൊക്കെ കുളിച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോയി ദർശനമൊക്കെ നടത്തി സുഖമായി വരിക പ്രിയപ്പെട്ടവരെ.